നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ക്രിസ്തുവിന്റെ അന്ത്യ അത്താഴ സ്മരണയിൽ ക്രൈസ്തവർ പെസഹ വ്യാഴം ആചരിച്ചു. ദേവാലയങ്ങളിൽ ദിവ്യബലിയും കാൽകഴുകൽ ഉൾപ്പെടെയുള്ള അനുബന്ധ ചടങ്ങുകളും നടന്നു. കുരിശുമരണത്തെ അനുസ്മരിച്ച് ക്രൈസ്തവ സമൂഹം നാളെ ദുഃഖവെള്ളി ആചരിക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പ്. കേരളം വിധിയെഴുതാൻ ഇനി ഒരാഴ്ച മാത്രം. പരസ്യപ്രചരണം ചൊവ്വാഴ്ച സമാപിക്കും. തിരക്കിട്ട പ്രചരണങ്ങളുടെ അവസാന ലാപ്പിൽ കൊണ്ടും കൊടുത്തും മുന്നണികൾ. പ്രാദേശിക വിഷയങ്ങളിലും സംസ്ഥാന ദേശീയ വിഷയങ്ങളിലുമൂന്നി അന്തിമഘട്ട പ്രചരണം. സഭാതർക്കം. ചാലിശ്ശേരിയിൽ ഹൈക്കോടതി വിധി ലംഘിച്ച് ഓർത്തഡോക്സ് വിഭാഗം പള്ളി പൂട്ടിയിട്ടെന്ന് പരാതി. സെമിത്തേരിയിൽ പ്രവേശിക്കാൻ കഴിയാതെ യാക്കോബായ വിശ്വാസികൾ മാതൃദേവാലയത്തിനു മുന്നിൽ പ്രാർത്ഥനായജ്ഞം നടത്തി. വിശദമായ വാർത്തയിലേക്ക്. ക്രിസ്തുവിന്റെ അന്ത്യ അത്താഴ സ്മരണയിൽ ക്രൈസ്തവർ പെസഹ വ്യാഴം ആചരിച്ചു. പെസഹ ആചരണത്തിന്റെ ഭാഗമായി ദേവാലയങ്ങളിൽ ദിവ്യബലിയും അനുബന്ധ ചടങ്ങുകളും നടന്നു. അന്ത്യ അത്താഴത്തിനു മുൻപായി ക്രിസ്തു തന്റെ ശിഷ്യന്മാരുടെ കാൽ കഴുകി ചുംബിച്ചതിന്റെ ഓർമ്മയിൽ ദേവാലയങ്ങളിൽ കാൽ കഴുകൽ ശുശ്രൂഷയും ആരാധനയും നടന്നു. ചടങ്ങുകൾ അർദ്ധരാത്രി വരെ നീളും. ത്യാഗത്തിന്റെയും സഹനത്തിന്റെയും വിശുദ്ധ വാരാചരണം പെസഹ വ്യാഴത്തോടെ തീവ്രമാകും. ക്രിസ്തുദേവൻ തന്റെ കുരിശുമരണത്തിനു മുമ്പ് 12 ശിഷ്യന്മാർക്കുമൊപ്പം അന്ത്യ അത്താഴം കഴിച്ചതിന്റെ ഓർമ്മയിലാണ് പെസഹ ആചരിക്കുന്നത്. അന്ത്യ അത്താഴവേളയിൽ അപ്പവും വീഞ്ഞും പകുത്തു നൽകി യേശു വിശുദ്ധ കുർബാന സ്ഥാപിച്ച ദിവസം കൂടിയാണ് പെസഹ. വ്യാഴം, വെള്ളി, ശനി ദിവസങ്ങളിൽ യേശുവിന്റെ കഷ്ടാനുഭവവും മരണവും ഉയിർത്തെഴുന്നേൽപ്പും വിശ്വാസികൾ പ്രാർത്ഥനാപൂർവ്വം സ്മരിക്കും. കഴുതപ്പുറത്തേറിയുള്ള ജെറുസലേം നഗർ പ്രവേശനത്തിനും ശിഷ്യർക്കൊപ്പം കാൽ കഴുകി ചുംബിച്ച് തിരുവത്താഴം പങ്കിട്ട പെസഹ ആചരണത്തിനു ശേഷം ലോകമാനവരുടെ പാപങ്ങൾക്ക് പരിഹാരമായുള്ള ക്രിസ്തുവിന്റെ കുരിശുമരണം നടന്ന ദുഃഖവെള്ളി ആചരണത്തിലേക്ക് ക്രൈസ്തവ സമൂഹം പ്രവേശിക്കും. തിരുകർമ്മങ്ങൾക്കായി ദേവാലയങ്ങൾ ഒരുങ്ങി. 50 ദിവസം നീണ്ടുനിൽക്കുന്ന വലിയ നോമ്പാചരണത്തിലെ ഏറ്റവും പ്രാധാന്യമേറിയ ദിവസമാണ് ദുഃഖവെള്ളി. മനുഷ്യകുലത്തിന്റെ പാപങ്ങൾക്ക് പരിഹാരമായി ദൈവം തന്റെ സ്വപുത്രനെ ബലിയായി നൽകിയതിന്റെ സ്മരണയിലാണ് ദുഃഖവെള്ളി ആചരിക്കുന്നത്. പിലാത്തോസിന്റെ കൊട്ടാരത്തിൽ നിന്നും കാൽവരി മലയിലേക്ക് മരക്കുരിശും വഹിച്ച് യഹൂദ പടയാളികളുടെ ക്രൂരപീഡനം ഏറ്റുവാങ്ങിയുള്ള ക്രിസ്തുദേവന്റെ യാത്രയും ഇടതും വലതും കള്ളന്മാർക്കൊപ്പം കുരിശിൽ കിടന്ന് മരണത്തിന് കീഴടങ്ങിയതുൾപ്പെടെയുള്ള ദുഃഖകരമായ സ്മരണകളിലൂടെയാണ് ഈ ദിനം ക്രൈസ്തവർ കടന്നുപോകുക. ദേവാലയങ്ങളിലും ഭവനങ്ങളിലും ദുഃഖവെള്ളിയോടനുബന്ധിച്ച് പ്രത്യേക പ്രാർത്ഥനകൾ നടക്കും. രാവിലെ മുതൽ ആരംഭിക്കുന്ന തിരുകർമ്മങ്ങൾ വൈകുന്നേരം വരെ നീളും. കത്തോലിക്ക ദേവാലയങ്ങളിൽ വൈകിട്ട് കുരിശിന്റെ വഴി, രൂപം ചായ്ക്കൽ, ആരാധന തുടങ്ങിയ കർമ്മങ്ങളും നടക്കും. വിവിധയിടങ്ങളിലായി നടന്ന പെസഹ വ്യാഴം ശുശ്രൂഷകളുടെ പ്രസക്ത ഭാഗങ്ങൾ ഈ ബുള്ളറ്റിനിൽ തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ മറ്റു വാർത്തകളിലേക്ക്. കേരളം വിധിയെഴുതാൻ ഇനി ഒരാഴ്ച. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ചൂടേറിയ പ്രചാരണ രംഗത്ത് വേറിട്ട ശൈലിയുമായി കുന്നംകുളത്തെ LDF സ്ഥാനാർത്ഥി AC മൊയ്തീൻ. മുൻ വർഷങ്ങളിലെ തെരഞ്ഞെടുപ്പ് കാലത്തെ പതിവ് തെറ്റിക്കാതെ വോട്ടർമാരെ നേരിൽ കാണാൻ പ്രഭാത സവാരിക്കാരുടെ ഇടയിലേക്കാണ് അദ്ദേഹം ഇത്തവണയും എത്തിയത്. കുന്നംകുളം പഴയ ബസ് സ്റ്റാൻഡിൽ രാവിലെ 6:30 എത്തിയ സ്ഥാനാർത്ഥി അവിടെയുള്ള നേതാക്കൾക്കും പ്രവർത്തകർക്കുമൊപ്പം ഗവൺമെന്റ് മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ സിന്തറ്റിക് സ്റ്റേഡിയത്തിൽ പ്രഭാത സവാരിക്കായി എത്തി. ബസ് സ്റ്റാൻഡിൽ നിന്നും നടന്നാണ് സ്ഥാനാർത്ഥി ഗ്രൗണ്ടിലെത്തിയത്. വ്യായാമത്തിനെത്തിയ വോട്ടർമാരെ നേരിൽ കാണാനും സൗഹൃദം പങ്കുവയ്ക്കാനും ഇത് അവസരമൊരുക്കി. മുൻ തെരഞ്ഞെടുപ്പുകളിലും വോട്ടർമാരെ നേരിൽ കാണാൻ ഇത്തരം പൊതുവിടങ്ങൾ AC മൊയ്തീൻ ഉപയോഗിച്ചിരുന്നു. നേതാക്കളായ TK വാസു, K കൊച്ചനിയൻ, MN സത്യൻ, കുന്നംകുളം നഗരസഭാ ചെയർപേഴ്സൺ സൗമ്യ അനിലൻ, വൈസ് ചെയർമാൻ PG ജയപ്രകാശ്, KA അസീസ്, KB ഷിബു എന്നിവരും ജനപ്രതിനിധികളും സ്ഥാനാർത്ഥിക്കൊപ്പം ഉണ്ടായിരുന്നു. ഗ്രൗണ്ടിൽ വ്യായാമത്തിലും നടത്തത്തിലും ഏർപ്പെട്ടിരുന്ന ഓരോരുത്തരോടും നേരിട്ട് വോട്ട് അഭ്യർത്ഥിച്ച സ്ഥാനാർത്ഥി മണ്ഡലത്തിലെ വികസന കാര്യങ്ങളും ചർച്ച ചെയ്തു. സിന്തറ്റിക് ഗ്രൗണ്ടിന്റെ തുടർന്നുള്ള വികസന പ്രവർത്തനങ്ങളെ സംബന്ധിച്ചും കായിക താരങ്ങൾക്ക് ഫുട്ബോൾ പരിശീലനം നൽകുന്നതിനുള്ള സ്വപ്ന പദ്ധതിയെക്കുറിച്ചും മാധ്യമങ്ങളോട് AC മൊയ്തീൻ സംവദിച്ചു. ഇനി ഇവിടെ രാത്രി മത്സരങ്ങൾ നടത്താൻ വേണ്ടിയുള്ള ഫ്ലഡ് ലൈറ്റ് സൗകര്യം വരികയാണ്. അതിന് പണം അനുവദിച്ചിട്ടുണ്ട്. ഹോസ്റ്റൽ കെട്ടിടം അപ്പുറത്ത് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. സ്വിമ്മിംഗ് പൂൾ ഉണ്ടാവും.
ടോയ്ലറ്റ് കോംപ്ലക്സിൻ്റെ അപാകത കുറവുണ്ട് എന്ന് പറഞ്ഞു. ആ ടോയ്ലറ്റ് കോംപ്ലക്സ് വരികയാണ്. നല്ല വെയിലും മഴയുള്ള സമയത്ത് കാണികൾക്ക് ഇരുന്ന് കാണാനുള്ള പവലിയൻ ഇപ്പോൾ വേണ്ടത്ര സൗകര്യമുള്ളതല്ല. പഴയ പവലിയനും കേടുപാടുകൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ പണിതെല്ലാം നേരത്തെ കുറേ മുമ്പ് പണിതാണ്. അപ്പോൾ അതിന് 1.5 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. ചുറ്റും വെയിലും മഴയും കൊള്ളാതിരിക്കാനുള്ള വേണ്ടിയുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ കുട്ടികളുടെ പരിശീലനത്തിന് പുറമെ വിവിധ പ്രദേശങ്ങളിലുള്ള കായിക മികവിന് വേണ്ടിയുള്ള പരിശീലനത്തിന് വേണ്ടി കുന്നംകുളത്തെ കായിക പ്രേമികളുടെയും വ്യായാമത്തിനായി എത്തുന്നവരുടെയും ആവശ്യങ്ങൾ അടുത്തറിയാൻ ഇത്തരം സന്ദർശനങ്ങൾ ഉപകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. പ്രത്യേക കോച്ചുമാരുൾപ്പെടെ വെച്ച് നമ്മുടെ നാട്ടിലെ കുന്നംകുളത്തെ പ്രത്യേക കായിക താരങ്ങളെ പരിശീലിപ്പിച്ചെടുക്കാൻ വേണ്ടിയുള്ള സംവിധാനങ്ങൾ കൂടി ഇവിടെ ഉണ്ടാക്കും. ആധുനിക സൗകര്യത്തിൽ ഏറ്റവും കൂടുതൽ മികവോടുകൂടി കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയാണ് ശ്രമിക്കണം. നമ്മൾ നാട്ടിലെ കുട്ടികൾക്ക് വേണ്ടി അവർ തയ്യാറായി വരികയാണെന്ന് വെച്ചാൽ അവരാവശ്യമായി ചെയ്യും. ഫുട്ബോൾ പരിശീലനത്തിന് വേണ്ടി ബൈച്ചിങ് ബ്യൂട്ടിയുമായിട്ട് നമ്മുടെ വിജയനുമായൊരു ചർച്ച നടന്നിരുന്നു മിനിസ്റ്റർ തലത്തിൽ. അതുകൂടി മുൻ വർഷങ്ങളിൽ നടന്ന തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളകളിലും സായാഹ്ന സവാരികളും ക്ലബ് സന്ദർശനങ്ങളും വഴി വോട്ടർമാരുമായി വ്യക്തിപരമായ ബന്ധം സ്ഥാപിക്കുന്നതിൽ അദ്ദേഹം വിജയിച്ചിരുന്നു. വരും ദിവസങ്ങളിൽ കൂടുതൽ പൊതുവിടങ്ങൾ കേന്ദ്രീകരിച്ച് പ്രചാരണം ശക്തമാക്കാനാണ് ഇടതുമുന്നണിയുടെ തീരുമാനം. കുന്നംകുളം നിയോജക മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥി KR രജിലിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ ബോർഡുകൾ വ്യാപകമായി നശിപ്പിക്കപ്പെട്ടതായി പരാതി. കാണിപ്പയ്യൂർ ഉഭയൂർ ക്ഷേത്ര പരിസരത്ത് സ്ഥാപിച്ചിരുന്ന ഫ്ലെക്സ് ബോർഡുകളാണ് രാത്രിയുടെ മറവിൽ നശിപ്പിക്കപ്പെട്ടത്. സംഭവത്തിന് പിന്നിൽ കോൺഗ്രസ് CPM ക്രിമിനൽ സംഘമാണെന്ന് NDA നേതൃത്വം ആരോപിച്ചു. മണ്ഡലത്തിൽ KR രജിലിന് ലഭിച്ചുവരുന്ന വർദ്ധിച്ച ജനപിന്തുണയിൽ വിറളിപൂണ്ടാണ് രാഷ്ട്രീയ എതിരാളികൾ ഇത്തരം അക്രമങ്ങൾ അഴിച്ചുവിടുന്നതെന്ന് BJP BDJS നേതാക്കൾ കുറ്റപ്പെടുത്തി. ഇത്തരം ജനാധിപത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരെ വോട്ടർമാർ ബാലറ്റിലൂടെ ശക്തമായ മറുപടി നൽകുമെന്ന് BJP കുന്നംകുളം മണ്ഡലം പ്രസിഡന്റ് PJ ജെബിനും BDJS നിയോജക മണ്ഡലം പ്രസിഡന്റ് AC സുനിലും സംയുക്ത പ്രസ്താവനയിൽ അറിയിച്ചു. തെരഞ്ഞെടുപ്പ് അന്തരീക്ഷം വഷളാക്കാനുള്ള നീക്കങ്ങളിൽ നിന്നും രാഷ്ട്രീയ എതിരാളികൾ പിന്മാറണമെന്നും കുറ്റവാളികൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നും NDA മണ്ഡലം കമ്മിറ്റി ആവശ്യപ്പെട്ടു. വേലൂരിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ ഫ്ലെക്സ് ബോർഡുകൾ നശിപ്പിച്ചതായി പരാതി. നടുവിലങ്ങാടിയിൽ PV സെബാസ്റ്റ്യൻ മാസ്റ്ററുടെ വീടിന് മുന്നിൽ അദ്ദേഹത്തിന്റെ സ്വന്തം സ്ഥലത്ത് പ്രദർശിപ്പിച്ചിരുന്ന കുന്നംകുളത്തെ UDF സ്ഥാനാർത്ഥി PT അജയ് മോഹന്റെ ഫ്ലെക്സ് ബോർഡുകളും മതിലിൽ ഒട്ടിച്ചിരുന്ന പോസ്റ്ററുകളുമാണ് കീറി നശിപ്പിച്ച നിലയിൽ കണ്ടെത്തിയത്. പഞ്ചായത്ത് പ്രസിഡന്റ് സ്വപ്ന രാമചന്ദ്രൻ, ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് PP യേശുദാസ്, ജോജു പനക്കൽ, PV സെബാസ്റ്റ്യൻ മാസ്റ്റർ എന്നിവർ സ്ഥലത്തെത്തി. റിട്ടേണിംഗ് ഓഫീസർ, പോലീസ് അധികാരികൾ എന്നിവർക്ക് പരാതിയും നൽകി. മണലൂർ നിയോജക മണ്ഡലം NDA സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് KK അനീഷ് കുമാറിന് കൂനമൂച്ചിയിൽ ആവേശകരമായ സ്വീകരണം നൽകി പ്രവർത്തകർ. സ്ഥാനാർത്ഥി പര്യടനത്തിന്റെ ഭാഗമായി കൂനമൂച്ചി സെന്ററിലെത്തിയപ്പോഴാണ് അനീഷ് കുമാറിന് ഹൃദ്യമായ സ്വീകരണമൊരുക്കിയത്. നിരവധി ബൈക്കുകളുടെ അകമ്പടിയോടെ തുറന്ന വാഹനത്തിലെത്തിയ സ്ഥാനാർത്ഥിയെ പ്രാദേശിക നേതാവ് ജോസഫ് തലക്കോട്ടൂർ പൂച്ചെണ്ട് നൽകി സ്വീകരിച്ചു. മുതിർന്ന നേതാവ് സുധാകരൻ പയ്യൂർ പൊന്നാട അണിയിച്ചു. തുടർന്ന് ബൂത്ത് ഓഫീസിന്റെ ഉദ്ഘാടനം അഡ്വക്കേറ്റ് KK അനീഷ് കുമാർ നിർവഹിച്ചു. പ്രവർത്തകർക്കൊപ്പം ചായ കുടിച്ചും പ്രവർത്തനങ്ങളെക്കുറിച്ച് ചോദിച്ചറിഞ്ഞും സ്വീകരണ കേന്ദ്രത്തിലെത്തിയ വോട്ടർമാർക്ക് ഹസ്തദാനം നൽകി വോട്ട് അഭ്യർത്ഥിച്ചും 15 മിനിറ്റോളം സ്ഥാനാർത്ഥി അനീഷ് കുമാർ കൂനമൂച്ചിയിൽ ചെലവഴിച്ചു. കൂനമൂച്ചി സെന്ററിൽ BJP പ്രാദേശിക കമ്മിറ്റി സ്ഥാപിച്ച കൊടിമരത്തിൽ സംസ്ഥാന വൈസ് പ്രസിഡന്റ് കൂടിയായ അദ്ദേഹം കൊടി ഉയർത്തി. സ്ഥാനാർത്ഥി സ്വീകരണത്തിന്റെ ഭാഗമായി കൂനമൂച്ചിയിൽ നടത്തിയ യോഗത്തിൽ BJP പാവർട്ടി മണ്ഡലം പ്രസിഡന്റ് AR വിശ്വൻ സംസാരിച്ചു. നേതാക്കളായ ബിജു പട്ടിയാമ്പുള്ളി, വിജേഷ് കണ്ടാണശ്ശേരി, ധനേഷ് സുധാകരൻ, മഹിളാ മോർച്ച നേതാക്കളായ സുഷ്മ അനിൽകുമാർ, അഡ്വക്കേറ്റ് കവിത പ്രവീൺ തുടങ്ങിയവരും സ്ഥാനാർത്ഥിക്കൊപ്പമുണ്ടായിരുന്നു. കൂനമൂച്ചിയിലെ സ്വീകരണശേഷം സ്ഥാനാർത്ഥി അനീഷ് കുമാർ അടുത്ത സ്വീകരണ കേന്ദ്രത്തിലേക്ക് യാത്ര തിരിച്ചു. കുന്നംകുളത്തെ NDA സ്ഥാനാർത്ഥി KR രജിൽ എരുമപ്പെട്ടി പഞ്ചായത്തിൽ പര്യടനം നടത്തി. കാഞ്ഞിരക്കോട് നിന്നും ആരംഭിച്ച പര്യടനം BDJS സംസ്ഥാന സെക്രട്ടറി മോഹനൻ ഉദ്ഘാടനം ചെയ്തു. എരുമപ്പെട്ടി കടങ്ങോട് റോഡ് സെന്ററിൽ നടന്ന സമാപന സമ്മേളനം BDJS സംസ്ഥാന ജനറൽ സെക്രട്ടറി ഉണ്ണികൃഷ്ണൻ ചാലക്കുടി ഉദ്ഘാടനം ചെയ്തു. NDA നിയോജക മണ്ഡലം കൺവീനർ KS രാജേഷ് അധ്യക്ഷനായി. BJP എരുമപ്പെട്ടി മണ്ഡലം പ്രസിഡന്റ് ജിത്തു തയ്യൂർ, BDJS നിയോജക മണ്ഡലം പ്രസിഡന്റ് സുനിൽ എരുമപ്പെട്ടി, സുഭാഷ് ചന്ദ്രൻ, അഭിലാഷ് കടങ്ങോട്, മനീഷ് മങ്ങാട് തുടങ്ങിയവർ നേതൃത്വം നൽകി. കഴിഞ്ഞ 5 വർഷം മണലൂർ നിയോജക മണ്ഡലത്തിൽ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾ ഉൾക്കൊള്ളിച്ച് LDF മണലൂർ നിയോജക മണ്ഡലം കമ്മിറ്റി തയ്യാറാക്കിയ വികസന രേഖയുടെ പ്രകാശനം നടന്നു. വെങ്കിടങ്ങ് തോയ്ക്കാവ് വാട്ടർ ടാങ്ക് പരിസരത്ത് നടന്ന ചടങ്ങിൽ കേരള ലളിതകലാ അക്കാദമി ചെയർമാൻ മുരളി ചീരോത്തിന് ആദ്യ പ്രതി നൽകിക്കൊണ്ട് മുരളി പെരുന്നെല്ലി MLA
വികസന രേഖയുടെ പ്രകാശനം നിർവഹിച്ചു. LDF നിയോജക മണ്ഡലം കമ്മിറ്റി ചെയർമാൻ VR മനോജ് അധ്യക്ഷനായി. കൺവീനർ TV ഹരിദാസൻ, CPM മണലൂർ ഏരിയ സെക്രട്ടറി PA രമേശൻ, VN സുർജിത്ത്, PG സുബിദാസ്, KA ബാലകൃഷ്ണൻ, CR ദിലീപ്, ഷീജ രാജീവ്, KK ബാബു എന്നിവർ സംസാരിച്ചു. 1500-ലേറെ കോടിയുടെ വികസന പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ മണലൂർ നിയോജക മണ്ഡലത്തിൽ LDF സർക്കാർ നടപ്പിലാക്കിയത്. LDF ഗുരുവായൂർ നിയോജക മണ്ഡലം സ്ഥാനാർത്ഥി NK അക്ബറിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം സംഘടിപ്പിച്ച വനിതാ റാലി ചാവക്കാട് നഗരത്തെ ആവേശക്കടലാക്കി. ആശുപത്രിപ്പടിയിൽ നിന്നും ആരംഭിച്ച റാലി മുനിസിപ്പൽ സ്ക്വയറിൽ സമാപിച്ചു. 100 കണക്കിന് വനിതകൾ പങ്കെടുത്തു. നേതാക്കളായ ഷീജ പ്രശാന്ത്, ഷൈനി ഷാജി, ജാസ്മിൻ ഷഹീർ, സുനിത അരവിന്ദൻ, ബിൻസി സന്തോഷ്, ഗീത രാജൻ, MB രാജലക്ഷ്മി തുടങ്ങിയവർ നേതൃത്വം നൽകി. മണലൂർ നിയോജക മണ്ഡലം NDA സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് KK അനീഷ് കുമാറിന്റെ വ്യാഴാഴ്ചയിലെ പ്രചരണ പര്യടനം കേച്ചേരി മേഖലയിൽ നടന്നു. മേഖലയിലെ വീടുകൾ സന്ദർശിച്ച് വോട്ടർമാരെ നേരിൽ കണ്ടും വ്യാപാര സ്ഥാപനങ്ങളിലെത്തി ജീവനക്കാരെ കണ്ടും സ്ഥാനാർത്ഥി വോട്ട് അഭ്യർത്ഥന നടത്തി. തൊഴിൽ കേന്ദ്രങ്ങൾ ഉൾപ്പെടെയുള്ള ഇടങ്ങളിലും സന്ദർശനം നടത്തി. ചൂണ്ടൽ പഞ്ചായത്തിലെ കേച്ചേരി, മഴുവഞ്ചേരി ഉൾപ്പെടെയുള്ള മേഖലകളിലായിരുന്നു പര്യടനം. മഴുവഞ്ചേരി പെരുവന്മല മേഖലയിലും പ്രചരണത്തിന്റെ ഭാഗമായി വോട്ട് അഭ്യർത്ഥന നടത്തി. BJP പാവർട്ടി മണ്ഡലം വൈസ് പ്രസിഡന്റ് സന്തോഷ് കോലാരി, മോഹിനി ടീച്ചർ, കേച്ചേരി മേഖലാ പ്രസിഡന്റ് മുരളിദാസ്, ശക്തി കേന്ദ്ര ഇൻചാർജ് തയ്യിൽ ഉണ്ണി എന്നിവർ സ്ഥാനാർത്ഥിക്കൊപ്പം ഉണ്ടായിരുന്നു. പതിനാറാം നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി CCTV അവതരിപ്പിക്കുന്ന പ്രത്യേക സ്ഥാനാർത്ഥി ചർച്ച ജനവിധി 2026 തുടരുന്നു. വെള്ളിയാഴ്ച രാവിലെ 10 മണിക്ക് കുന്നംകുളത്തെ ദേശീയ ജനാധിപത്യ സഖ്യം സ്ഥാനാർത്ഥി KR റെജിലുമായുള്ള അഭിമുഖം കാണാം. രാഷ്ട്രീയ നിലപാടുകൾ, വികസന കാഴ്ചപ്പാടുകൾ, BJPക്ക് സ്വാധീനമുള്ള മണ്ഡലത്തിൽ BDJSന്റെ പ്രതീക്ഷകൾ തുടങ്ങിയ വിഷയങ്ങളിലെല്ലാം KR റെജിൽ മനസ്സ് തുറക്കുന്നു. വെള്ളിയാഴ്ച രാവിലെ 10 മണിക്ക് പുറമെ വൈകിട്ട് 6-നും രാത്രി 10:30-നും പുനഃസംപ്രേഷണവും ഉണ്ടാകും. ഒരു മുന്നണി മര്യാദ ഇതിലനുസരിച്ചിട്ടാണ് ചാലക്കുടി കൈമാറിയതിനു ശേഷം കുന്നോളം BDJS കിട്ടുന്നത്. 2020 വന്നതിന് ശേഷമാണ് കുറച്ച് സീറ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ച് മാറേണ്ട ഒരു അവസ്ഥ. ആ ഒരു അവസ്ഥയിലാണ് കുന്നംകുളം BDJSന് കിട്ടിയിട്ടുണ്ട്. ഈ എവിടെയാണോ BJPക്ക് ശക്തി കേന്ദ്രമുള്ളത് ആ കേന്ദ്രങ്ങളിൽ ഇവർ തമ്മിലാണ് അഡ്ജസ്റ്റ് ആയിട്ട് നിൽക്കുന്നത്. ഈ കേരളത്തിനെ വിട്ടു നോക്കിയാൽ തന്നെ ഇവർ തമ്മിലൊരു ജോയിന്റ് ആണ്. പിന്നെ നമ്മളെ BJPക്ക് എതിരെ ഉന്നയിക്കാൻ ഒരു കാരണം അവരുടെ കയ്യിലില്ല. BJPയുടെ വോട്ട് എവിടേക്കും ചോരില്ല. അത് BJPയുടെ അതിൽ തന്നെ ഉണ്ടാവും. ഞങ്ങളിവിടെ ഭരിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഈ മത്സരത്തിന് ഇറങ്ങുന്നത്. പുന്നിയൂർ അകലാട് പിക്കപ്പ് വാനിന് പിറകിൽ സ്കൂട്ടർ ഇടിച്ച അപകടം, യുവാവിന് പരിക്കേറ്റു. വ്യാഴാഴ്ച പുലർച്ചെ ചാവക്കാട് പൊന്നാനി ദേശീയപാത അകലാട് മൊയ്തീൻ പള്ളി പാലത്തിന് മുകളിൽ വെച്ചായിരുന്നു അപകടം. സ്കൂട്ടർ യാത്രികൻ വടക്കേക്കാട് സ്വദേശി 38 വയസ്സുള്ള വടക്കൂട്ട് നൌഫലിനാണ് പരിക്കേറ്റത്. ഇയാളെ അകലാട് മുന്നേനി VKR ആംബുലൻസ് പ്രവർത്തകർ ചാവക്കാട് രാജ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അരിയന്നൂർ ശ്രീ ഹരികന്യക ഭഗവതി ക്ഷേത്രത്തിലെ ഉത്സവാഘോഷത്തിന് കൊടിയേറി. മാർച്ച് 25 മുതൽ ഏപ്രിൽ 8 വരെയുള്ള ദിവസങ്ങളിലായാണ് ചരിത്ര പ്രാധാന്യമുള്ള ചടങ്ങുകളോടെ അരിയന്നൂർ ശ്രീ ഹരികന്യക ക്ഷേത്രത്തിലെ ഉത്സവം ആഘോഷിക്കുന്നത്. മാർച്ച് 25-ന് സാംസ്കാരിക സമ്മേളനത്തോടെയാണ് ഉത്സവ ചടങ്ങുകൾക്ക് തുടക്കമായത്. ഉത്സവ ദിനങ്ങളിൽ ഉച്ചയ്ക്ക് പ്രസാദഊട്ടും വൈകിട്ട് വിവിധ കലാപരിപാടികളും അരങ്ങേറും. ഉത്സവത്തിൻ്റെ 8ാം ദിവസമായ ഏപ്രിൽ 1-ാം തീയതിയാണ് കൊടിയേറ്റം നടന്നത്. ദേശത്തെ തച്ചൻ കണ്ടെത്തി മുറിച്ച കൊടിമരം ഉച്ചയ്ക്ക് 2 മണിയോടെ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുവന്നു. തുടർന്ന് ദീപാരാധനയ്ക്കു ശേഷം വൈകിട്ട് 7-ന് ക്ഷേത്രമൂരാളൻ വടക്കുംപാട്ട് നമ്പൂതിരി കൂറയും പവിത്രവും തന്ത്രിക്ക് കൈമാറിയ ശേഷം 9-ഓടെ കൊടിയേറ്റം നടന്നു. കളമെഴുത്തുപാട്ടും ശ്രീഭൂതബലിയും ഉൾപ്പെടെയുള്ള ചടങ്ങുകളും നടന്നു. ക്ഷേത്രം തന്ത്രി പുലിയന്നൂർ കൃഷ്ണൻ നമ്പൂതിരിപ്പാടിൻ്റെ നേതൃത്വത്തിൽ പഴയിടം നാരായണൻ നമ്പൂതിരിപ്പാട് ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. നിരവധി ഭക്തജനങ്ങൾ കൊടിയേറ്റ ചടങ്ങുകളിൽ പങ്കെടുത്തു. ഉത്സവാഘോഷത്തിൻ്റെ ഭാഗമായുള്ള പള്ളിവേട്ട ഉത്സവത്തിൻ്റെ 14-ാം ദിവസമായ ഏപ്രിൽ 7-നും ആറാട്ട് 15-ാം ദിവസമായ ഏപ്രിൽ 8-നും നടക്കും. ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് റനീഷ് രാഗേഷ്, ഉത്സവാഘോഷ കമ്മിറ്റി ചെയർമാൻ വിശാഖ് രവി, ക്ഷേത്ര ഉപദേശക സമിതി സെക്രട്ടറി C നാരായണൻ തുടങ്ങിയവർ ഉത്സവാഘോഷ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകും.
കഴിഞ്ഞ വർഷം നടന്ന വാഹനാപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന പഴഞ്ഞി അരുവായ് സ്വദേശി മരിച്ചു. ഏറത്ത് വീട്ടിൽ രാധാകൃഷ്ണന്റെ മകൻ 53 വയസ്സുള്ള മണികണ്ഠനാണ് മരിച്ചത്. 2025 ജൂൺ 22-നുണ്ടായ വാഹനാപകടത്തെ തുടർന്ന് തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ ഇദ്ദേഹം കുന്നംകുളം മലങ്കര ആശുപത്രിയിൽ ദീർഘനാളായി ചികിത്സയിലായിരുന്നു. രാത്രി 8:30ഓടെ അരുവായ് സെന്ററിൽ വെച്ച് കാറും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത്. തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലിരിക്കെയാണ് വ്യാഴാഴ്ച പുലർച്ചെ 5 മണിയോടെ മരണം സംഭവിച്ചത്. സംഭവത്തിൽ കുന്നംകുളം പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തിട്ടുണ്ട്. സംസ്കാര നടപടികൾക്കായി ഇൻക്വസ്റ്റ് റിപ്പോർട്ട് ഉൾപ്പെടെയുള്ള ഔദ്യോഗിക നടപടികൾ പോലീസ് പൂർത്തിയാക്കി. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകുന്ന മൃതദേഹം സംസ്കരിക്കും. ആർത്താറ്റ് സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രലിൽ ദുഃഖവെള്ളിയാഴ്ചയിലെ യാമ പ്രാർത്ഥനകൾക്ക് ശേഷം വിശ്വാസികൾക്ക് നൽകാനുള്ള കടുമാങ്ങക്കൂട്ട് ഒരുക്കി തുടങ്ങി. വിശ്വാസികൾ വഴിപാടായി നൽകിയതുൾപ്പെടെ 4000 കിലോഗ്രാം മാങ്ങയാണ് ഈ വർഷം കടുമാങ്ങയ്ക്കായി ഉപയോഗിക്കുന്നത്. ആർത്താറ്റ് സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രലിൽ ദുഃഖവെള്ളിയാഴ്ച ദിവസം വിശ്വാസികൾക്ക് നൽകുന്ന പ്രത്യേക നേർച്ച വിഭവമാണ് കടുമാങ്ങ. കഴിഞ്ഞ ദിവസം എത്തിച്ച മാങ്ങകൾ ബുധനാഴ്ച പള്ളി കമ്മിറ്റി ഭാരവാഹികളുടെ നേതൃത്വത്തിൽ ഇടവകയിലെ ആത്മീയ സംഘടനകളായ യുവജന പ്രസ്ഥാനം, മർത്താ മറിയം വനിതാ സമാജം, നവജ്യോതി മോംസ്, സെന്റ് ജോസഫ് ഫെലോഷിപ്പ്, സെന്റ് ഡയനേഷ്യസ് എന്നീ സംഘടനകളുടെ പ്രതിനിധികൾ ചേർന്നരിഞ്ഞ് പുഴുങ്ങി പ്രത്യേകം കൂട്ടുകൾ ചേർത്ത് ഒരു ദിവസം മുഴുവൻ വാഴയില കൊണ്ട് മൂടിവെക്കും. തുടർന്ന് കൂട്ടുചേർത്ത് വെച്ച മാങ്ങയിലേക്ക് എണ്ണയിൽ വറുത്ത കടുകും വേപ്പിലയും ചേർത്തിളക്കി പരുവപ്പെടുത്തും. ദേവാലയത്തിൽ വെള്ളിയാഴ്ച രാവിലെ 8 മണി യാമപ്രാർത്ഥനകൾ തുടങ്ങും. ഉച്ചതിരിഞ്ഞ ഖബറടക്ക ശുശ്രൂഷയോടെ ചടങ്ങുകൾ അവസാനിക്കും. ഇതിനുശേഷം നൽകുന്ന കഞ്ഞിക്കൊപ്പമാണ് കടുമാങ്ങയുടെ വിതരണം. ദേവാലയത്തിലെ പ്രാർത്ഥനകൾക്കെത്താൻ കഴിയാത്തവർക്ക് പാക്കറ്റുകളിലാക്കി കൊടുത്തയക്കും. ഒരുക്കങ്ങൾക്ക് വികാരി ഫാദർ VM സമുവൽ, സഹവികാരി ഫാദർ ജോസഫ് ജോർജ്, ട്രസ്റ്റി റെജി CI, സെക്രട്ടറി ബെന്നി KS തുടങ്ങിയവർ നേതൃത്വം നൽകി. വടക്കാഞ്ചേരി ഒന്നാംകല്ല് ഉദയനഗറിൽ മുള്ളൻപന്നിയെ കൊന്ന് ഇറച്ചിയാക്കാൻ ശ്രമിച്ച 3 പേരെ ഫോറസ്റ്റ് സംഘം അറസ്റ്റ് ചെയ്തു. കുമരനെല്ലൂർ കവളയിൽ ഗിരീഷ്, OP മോഹനൻ, ചിറ്റണ്ട മണി എന്നിവരെയാണ് പിടികൂടിയത്. വടക്കാഞ്ചേരി പോലീസിന് ലഭിച്ച രഹസ്യവിവരത്തെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് പുഴയോരത്ത് വെച്ച് സംഘം കുടുങ്ങിയത്. എരുമപ്പെട്ടി ഫോറസ്റ്റ് ഓഫീസറുടെ നേതൃത്വത്തിലുള്ള സംഘമെത്തി പ്രതികളെ കസ്റ്റഡിയിലെടുത്തു. ഏകദേശം 8 കിലോ തൂക്കം വരുന്ന മുള്ളൻപന്നിയെയാണ് ഇവർ വേട്ടയാടിയത്. 10ഓളം വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി തെളിവുകൾ ശേഖരിച്ചു. പ്രതികളെ ഇന്ന് കോടതിയിൽ ഹാജരാക്കി. അതേസമയം സംഭവസ്ഥലം സന്ദർശിച്ച നാട്ടുകാരനെ പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തുമെന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഭീഷണിപ്പെടുത്തിയതായും ആക്ഷേപമുണ്ട്. സഭാ തർക്കം. ചാലിശ്ശേരിയിൽ ഹൈക്കോടതി വിധി ലംഘിച്ച് ഓർത്തഡോക്സ് വിഭാഗം പള്ളി പൂട്ടിയിട്ടെന്ന് പരാതി. സെമിത്തേരിയിൽ പ്രവേശിക്കാൻ കഴിയാതെ യാക്കോബായ വിശ്വാസികൾ മാതൃദേവാലയത്തിനു മുന്നിൽ പ്രാർത്ഥനാ യജ്ഞം നടത്തി. പീഡാനുഭവ വാരത്തോടനുബന്ധിച്ച് 4 ദിവസം സെമിത്തേരിയിൽ പ്രവേശിക്കാൻ ഹൈക്കോടതി ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണൻ ബുധനാഴ്ച അനുമതി നൽകിയിരുന്നതായി യാക്കോബായ വിഭാഗം പറഞ്ഞു. കല്ലറകളിൽ പ്രാർത്ഥിക്കാനുള്ള അനുമതി തേടി യാക്കോബായ വിഭാഗം സമർപ്പിച്ച ഹർജി പരിഗണിച്ച കോടതി പെസഹ വ്യാഴം, ദുഃഖവെള്ളി, ശനിയാഴ്ച മരിച്ചവരുടെ ഓർമ്മദിനം, ഈസ്റ്റർ ദിനം എന്നിവയിൽ പ്രാർത്ഥന നടത്താൻ അനുമതി നൽകുകയായിരുന്നെന്നും ജില്ലാ പോലീസ് മേധാവിക്കും സ്റ്റേഷൻ ഹൗസ് ഓഫീസർക്കും നിർദ്ദേശവും നൽകിയിരുന്നതായും യാക്കോബായ വിഭാഗം പറയുന്നു. പെസഹ വ്യാഴം, ദുഃഖവെള്ളി, ശനിയാഴ്ച, ഉയർപ്പ് ഞായർ ഈ ദിവസങ്ങളിൽ പരേതരുടെ ഖബറിടങ്ങളിൽ സന്ദർശിക്കുവാനും അവിടെ പ്രാർത്ഥന നടത്തുവാനും അനുവദിച്ചുകൊണ്ട് ഹൈക്കോടതി ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുള്ളതാണ്. അതിന് പ്രകാരം അവരുടെ പൂർവികരുടെ ഖബറിടങ്ങളിൽ ചെന്ന് പ്രാർത്ഥിക്കുവാനായിട്ട് പഴയ പള്ളിയിലേക്ക് ചെന്ന സന്ദർഭത്തിൽ അവിടെ എതിർവിഭാഗം മെത്രാൻകക്ഷി വിഭാഗത്തിലെ ആളുകൾ പള്ളിയുടെയും സെമിത്തേരിയുടെയും ഗേറ്റുകൾ പൂട്ടിയിട്ടിരിക്കുന്ന നിലയിലാണ് കാണുവാൻ സാധിച്ചത്. പെസഹ വ്യാഴാഴ്ച രാവിലെ വികാരി ഫാദർ അബ്രഹാം യാക്കോബ് പൂവത്തുമണ്ണിൽ കുർബാന അർപ്പിച്ചു. തുടർന്ന് ട്രസ്റ്റി CU ശലമോൻ, സെക്രട്ടറി ടൈറ്റസ് ഡേവിഡ് എന്നിവരുടെ നേതൃത്വത്തിൽ വിശ്വാസികൾ മാതൃദേവാലയത്തിൻ്റെ മുന്നിലെത്തിയെങ്കിലും
പള്ളിയുടെ പ്രധാന ഗേറ്റും സെമിത്തേരിയും പൂട്ടിട്ട് മറുവിഭാഗം പോയതായാണ് പരാതി. പോലീസ് അധികാരികളോട് വിശ്വാസികൾ സെമിത്തേരി തുറന്നു നൽകണമെന്നാവശ്യപ്പെട്ടെങ്കിലും വിധി നടപ്പാക്കാൻ കഴിഞ്ഞില്ല. ഈ ദിവസങ്ങളിൽ ഏതൊക്കെ സമയത്താണ് സെമിത്തേരിയിൽ പ്രവേശിക്കുന്നത് എന്നുള്ളത് പള്ളിക്കാര്യത്തിൽ നിന്ന് രേഖാമൂലം അറിയിപ്പ് നൽകിയിട്ടുള്ളതാണ്. എന്നാൽ ബന്ധപ്പെട്ട പോലീസ് അധികാരികൾ എതിർവിഭാഗം മെത്രാൻഷിയിലെ വികാരിയും മറ്റ് അവിടുത്തെ ഭരണസമിതി അംഗങ്ങളുമായിട്ട് ബന്ധപ്പെടുവാൻ ശ്രമിക്കുമ്പോൾ അവരാരും അതിനോട് പ്രതികരിക്കുന്നില്ല എന്നുള്ള ഒരു മറുപടിയാണ് പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുവാൻ ഇടയായത്. തുടർന്നാണ് ഉച്ചവെയിൽ വകവയ്ക്കാതെ സ്ത്രീകളും മുതിർന്നവരും കുട്ടികളും ചേർന്ന് പ്രാർത്ഥനായജ്ഞം തുടങ്ങിയത്. ഹൈക്കോടതി വിധി അധികാരികൾ നടപ്പിലാക്കുക, 2017 വിധി 3 പള്ളികൾക്ക് മാത്രം ബാധകം, ഹൈക്കോടതി വിധി കാറ്റിൽ പറത്താതിരിക്കുക എന്നീ പ്ലക്കാർഡുകളേന്തി വേദവാക്യങ്ങൾ ചൊല്ലിയും പാട്ടുകൾ പാടിയും വിശ്വാസികൾ പ്രാർത്ഥനായജ്ഞം രാത്രിയിലും തുടർന്നു. അതേസമയം വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 1:45 പ്രാർത്ഥനയ്ക്കായി ഓർത്തഡോക്സ് വൈദികൻ പള്ളിയുടെ പ്രധാന ഗേറ്റ് തുറന്നതോടെ അദ്ദേഹവുമായി പോലീസ് അധികൃതർ സംസാരിച്ചെങ്കിലും സെമിത്തേരി ഗേറ്റ് തുറന്നു നൽകിയില്ലെന്നാണ് പരാതി. കഴിഞ്ഞ ഫെബ്രുവരി 7 ആനീതേ ദിവസം ഹൈക്കോടതി ജസ്റ്റിസ് N. നാഗരേഷ് യാക്കോബായ വിശ്വാസികൾക്ക് സെമിത്തേരിയിൽ പ്രവേശിച്ച് കല്ലറകളിൽ പ്രാർത്ഥന നടത്താൻ ഉത്തരവ് നൽകിയിരുന്നത് പോലീസ് നടപ്പിലാക്കിയിരുന്നു. ബുധനാഴ്ച ഹൈക്കോടതി പുറപ്പെടുവിച്ച ഉത്തരവ് പോലീസ് നടപ്പാക്കാത്തതിനെതിരെ ചീഫ് സെക്രട്ടറി, ജില്ലാ കളക്ടർ, ജില്ലാ പോലീസ് മേധാവി എന്നിവർക്ക് പരാതിയും നൽകി. ഈ കോടതി വിധി നടപ്പിലാക്കുക എന്നുള്ളതാണ്. പൂർവികരുടെ കബറിടങ്ങളിൽ കയറി പ്രാർത്ഥിച്ച് മടങ്ങി വരിക എന്നുള്ളത് മാത്രമാണ് ഞങ്ങളുടെ ലക്ഷ്യം. അതിൽ കവിഞ്ഞ് മറ്റൊരു ലക്ഷ്യവും ഞങ്ങൾക്ക് ഇല്ല. എതിർവിഭാഗത്തിൻ്റെ കയ്യിലിരിക്കുന്ന പള്ളിയോ പള്ളിയുടെ സ്ഥാപനജംഗ വസ്തുക്കളോ ഒന്നും ഞങ്ങൾ പിടിച്ചടക്കുവാനോ മറ്റോ ആഗ്രഹിക്കുന്നില്ല. ഞങ്ങളുടെ പൂർവികരുടെ കബറിടങ്ങളിൽ ചെന്ന് അവരുടെ ആത്മശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ള ഒരു ഉദ്ദേശവും ലക്ഷ്യവും മാത്രമാണ് ഞങ്ങൾക്കുള്ളത്. ഈസ്റ്റർ ദിവസം വരെ പ്രാർത്ഥനായജ്ഞം തുടരുമെന്നും തിങ്കളാഴ്ച വിധി നടപ്പാക്കാത്തതിനെതിരെ കോടതിയലക്ഷ്യ ഹർജിയും നൽകുമെന്ന് ട്രസ്റ്റി CU ശലമോൻ അറിയിച്ചു. പള്ളി പരിസരത്ത് ചാലിശ്ശേരി പോലീസ് സ്റ്റേഷൻ ഹൗസ് ഓഫീസർ ബിജോയുടെ നേതൃത്വത്തിൽ പോലീസ് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. കുന്നംകുളം പാറേമ്പാടത്ത് കാറും ബൈക്കും കൂട്ടിയിടിച്ച് 2 വയസ്സുകാരി ഉൾപ്പെടെ 4 പേർക്ക് പരിക്കേറ്റു. പെരുമ്പിലാവ് സ്വദേശി 18 വയസ്സുള്ള സയാൻ ജവാദ്, ചാവക്കാട് സ്വദേശി 19 വയസ്സുള്ള ജുനൈദ്, അക്കിക്കാവ് സ്വദേശിനി 71 വയസ്സുള്ള ലില്ലി, 2 വയസ്സുകാരി എസ്ല എന്നിവർക്കാണ് അപകടത്തിൽ പരിക്കേറ്റത്. വ്യാഴാഴ്ച രാവിലെ 8:30യോടെയായിരുന്നു അപകടം. കുന്നംകുളം ഭാഗത്തു നിന്നും അക്കിക്കാവിലേക്ക് പോകുകയായിരുന്ന ബൈക്ക് ഇടറോഡിൽ നിന്നും പ്രധാന റോഡിലേക്ക് പ്രവേശിക്കുകയായിരുന്ന കാറുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. അപകടം നടന്ന ഉടൻ തന്നെ നാട്ടുകാരും യാത്രക്കാരും ചേർന്ന് പരിക്കേറ്റവരെ കുന്നംകുളത്തെ മലങ്കര ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. കുന്നംകുളം പോലീസ് സ്ഥലത്തെത്തി. ഈ അധ്യയന വർഷം വിരമിക്കുന്ന ദീർഘകാലമായി ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജ് പ്രിൻസിപ്പളായി സേവനം അനുഷ്ഠിച്ചിരുന്ന ഡോക്ടർ PS വിജോയെ പ്രകൃതി സംരക്ഷണ സംഘം പ്രതിനിധികൾ ആദരിച്ചു. ജില്ലാ ജോയിന്റ് സെക്രട്ടറി ഡെന്നീസ് മാസ്റ്റർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജില്ലാ ട്രഷറർ ശങ്കരനാരായണൻ പൊന്നാട അണിയിച്ചു. സംസ്ഥാന കോർഡിനേറ്റർ N. ഷാജി തോമസ് ഉപഹാരം കൈമാറി. NSS പ്രോഗ്രാം ഓഫീസർ സുരേഷ് നമ്പൂതിരി, NSS സെക്രട്ടറിമാരായ T. അമൽദാസ്, PS നിത, കാളിദാസ് തുടങ്ങിയവർ സംസാരിച്ചു. പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ G. ഗായത്രി സ്വാഗതവും വളണ്ടിയർ ഗോപിക നന്ദിയും പറഞ്ഞു. 2010 ഫിസിക്സ് വിഭാഗത്തിൽ അധ്യാപകനായി സേവനം തുടങ്ങി. പരീക്ഷാ ചീഫ് സൂപ്രണ്ട്, IQAC ചീഫ് കോർഡിനേറ്റർ, NAC കോർഡിനേറ്റർ തുടങ്ങിയ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച ഡോക്ടർ PS വിജോയ് ഒരു പ്രകൃതി സ്നേഹി കൂടിയാണ്. ദൈവപുത്രൻ വിശുദ്ധ കുർബാന സ്ഥാപിച്ചതിന്റെയും വിനയത്തിന്റെ മാതൃകയായി ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകിയതിന്റെയും സ്മരണ പുതുക്കി ദേവാലയങ്ങളിൽ നടന്ന പെസഹ തിരുകർമ്മങ്ങളും മറ്റു ചടങ്ങുകളും ഭക്തി നിർഭരമായി. വിശദാംശങ്ങളിലേക്ക്. പാലിയൂർ സെന്റ് തോമസ് മേജർ ആർക്കി എപ്പിസ്കോപ്പൽ തീർത്ഥകേന്ദ്രത്തിൽ രാവിലെ 7 മണിക്ക് ആരംഭിച്ച തിരുക്കർമ്മങ്ങളിൽ ആഘോഷമായ ദിവ്യബലിക്ക് ആർച്ച് പ്രീസ്റ്റ് ഡോക്ടർ ഡേവിസ് കണ്ണമ്പുഴ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. അസിസ്റ്റന്റ് വികാരി ഫാദർ നിതിൻ താഴത്ത് വചന സന്ദേശം നൽകി. ഫാദർ മാത്യു തുണ്ടത്തിൽ MCBS, ഫാദർ അഗസ്റ്റിൻ കുളപ്പുറം TOR എന്നിവർ സഹകാർമ്മികരായി. തുടർന്ന് കാൽകഴുകൽ ശുശ്രൂഷ നടന്നു. ദിവ്യബലിക്ക് ശേഷം ദിവ്യകാരുണ്യ പ്രദക്ഷിണവും നടത്തി. തുടർന്ന് ദിവ്യകാരുണ്യ ആരാധനയ്ക്ക് തുടക്കമായി. വൈകുന്നേരം 7 മണി മുതൽ 8 മണി വരെ ദിവ്യകാരുണ്യ പൊതു ആരാധന ഉണ്ടായിരിക്കും. തുടർന്ന് വീടുകളിൽ പെസഹാപ്പം മുറിക്കൽ ശുശ്രൂഷയും നടത്തും. പാലിയൂർ ഇടവക കുട്ടിക്കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ പെസഹ ദിനത്തിന്റെ ദൃശ്യാവിഷ്കാരം നടത്തും. ഇടവക ട്രസ്റ്റിമാരായ ഫ്രാൻസിസ് ചൊവ്വല്ലൂർ, സേവിയർ വാഗയിൽ, ഫ്രാൻസിസ് ചിരിയങ്കണ്ടത്ത്, PA ഹൈസൺ, സെക്രട്ടറി ജോയ് ചിറമേൽ, വിശുദ്ധവാര കമ്മിറ്റി അംഗങ്ങളായ തോമസ് വാഗയിൽ, MA ബിജു, ഷോബി ഫ്രാൻസിസ്, CJ ജോയ്സി തുടങ്ങിയവർ നേതൃത്വം നൽകി.
ആർത്താറ്റ് ഹോളിക്രോസ് ദേവാലയത്തിൽ പെസഹ ദിനം ആചരിച്ചു. രാവിലെ 7 മണിക്ക് ആരംഭിച്ച കാൽ കഴുകൽ ശുശ്രൂഷയ്ക്ക് വികാരി ഫാദർ ഷീജോ മാപ്രാണത്തുകാരൻ നേതൃത്വം നൽകി. അൾത്താര ശുശ്രൂഷക സംഘാംഗങ്ങളായ 12 പേരുടെ കാലാണ് തിരുവത്താഴ സ്മരണകൾ ഉയർത്തി വൈദികർ കഴുകി ചുംബിച്ചത്. തുടർന്ന് കുർബാനയുടെ സ്ഥാപന ദിനത്തിന്റെ ഓർമ്മ പുതുക്കി ആഘോഷമായ പാട്ടുകുർബാന അർപ്പിച്ചു. വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ദേവാലയത്തിൽ ദിവ്യകാരുണ്യ പ്രദക്ഷിണം നടത്തി. 9:30 മുതൽ വിവിധ യൂണിറ്റുകളുടെയും സംഘടനകളുടെയും നേതൃത്വത്തിൽ ദേവാലയത്തിൽ ആരാധനയും നടന്നു. രാത്രി 7 മണി മുതൽ 8 മണി വരെ പൊതു ആരാധനയും തുടർന്ന് അപ്പം മുറിക്കൽ ശുശ്രൂഷയും നടന്നു. വീടുകളിൽ നിന്നും തയ്യാറാക്കി കൊണ്ടുവന്ന അപ്പം ആശീർവദിച്ച് വികാരി ഫാദർ ഷിജോ മാപ്രാണത്തുകാരൻ മുറിച്ച് ഇടവക ജനങ്ങൾക്ക് നൽകി. അപ്പത്തിനൊപ്പം മാതൃവേദി അംഗങ്ങൾ തയ്യാറാക്കിയ പാലും വിതരണം ചെയ്തു. പെസഹാ ദിനത്തിലെ പരിപാടികൾക്ക് കൈക്കാരന്മാരായ തോമസ് ചുങ്കത്ത്, ഷാബു ചിറ്റിലപ്പിള്ളി, ചാർലി ചിരിയങ്കണ്ടത്ത്, സിസ്റ്റർ മിലി എന്നിവർ നേതൃത്വം നൽകി. പെസഹാ ദിനത്തോടനുബന്ധിച്ച് മറ്റം സെയിന്റ് ഫ്രാൻസിസ് ഫൊറോന ദേവാലയത്തിൽ ദിവ്യബലി നടന്നു. യേശു തന്റെ ശിഷ്യന്മാരുടെ കാൽ കഴുകി ചുംബിച്ചതിന്റെ സ്മരണയിൽ ഇടവകയിലെ തെരഞ്ഞെടുത്ത 75 വയസ്സ് കഴിഞ്ഞ 12 പേരുടെ കാൽ കഴുകൽ ശുശ്രൂഷ ഉണ്ടായി. തിരുക്കർമ്മങ്ങൾക്കിടെ വികാരി ഫാദർ ഫ്രാൻസിസ് ആളൂർ തെരഞ്ഞെടുക്കപ്പെട്ടവരുടെ കാൽ കഴുകി ചുംബിച്ചു. തുടർന്ന് ദിവ്യകാരുണ്യ പ്രദക്ഷിണം നടന്നു. രാവിലെ 9 മണി മുതൽ രാത്രി 8 മണി വരെ കുടുംബ കൂട്ടായ്മകളും ഭക്തസംഘടനകളും നേതൃത്വം നൽകുന്ന പൊതു ആരാധനയും തുടർന്ന് സാന്തോം യൂത്ത് മിനിസ്ട്രിയുടെ നേതൃത്വത്തിൽ പെസഹ ദൃശ്യാവിഷ്കാരവും ഉണ്ടാകും. ക്രിസ്തു ശിഷ്യന്മാർക്കൊപ്പം ഭക്ഷണം പങ്കിട്ട് കഴിച്ചതിന്റെ ഓർമ്മ പുതുക്കി വീടുകളിൽ പെസഹ അപ്പം മുറിക്കൽ ശുശ്രൂഷയുമുണ്ടായി. ഫൊറോന വികാരി ഫാദർ ഫ്രാൻസിസ് ആളൂർ തിരുക്കർമ്മങ്ങൾക്ക് മുഖ്യ കാർമ്മികനായി. കൈക്കാരന്മാരായ ഷാജ് കെ സൈമൺ, CK ജോസ്, MG ജോഷി, CT സ്പാർട്ടക്സ് എന്നിവർ നേതൃത്വം നൽകി. മലബാർ സ്വതന്ത്ര സുറിയാനി സഭ ആസ്ഥാനമായ തൊഴിയൂർ സെന്റ് ജോർജ് ഭദ്രാസന ദേവാലയത്തിൽ കാൽകഴുകൽ ശുശ്രൂഷ നടന്നു. സഭാ പരമാധ്യക്ഷൻ സിറിൽ മാർ ബസേലിയോസ് മെത്രാപ്പൊലീത്ത മുഖ്യ കാർമ്മികത്വം വഹിച്ചു. സഭയിലെ വൈദിക ശ്രേഷ്ഠർ സംബന്ധിച്ചു. സഭാ മെത്രാപ്പൊലീത്തയായ പ്രധാന കാർമ്മികനെ സിംഹാസനത്തിൽ എടുത്തുയർത്തി പള്ളിക്കകത്ത് പ്രദക്ഷിണം വെച്ച് ഓക്സിയോസ് ചൊല്ലുന്ന തൊഴിയൂർ സഭയുടെ മാത്രം പരമ്പരാഗതമായ ചടങ്ങും നടത്തപ്പെട്ടു. ശുശ്രൂഷകൾക്ക് ശേഷം പെസഹ ഊട്ടുമുണ്ടായി. സഭാ വൈദിക ട്രസ്റ്റി ഫാദർ തോമസ് കുര്യൻ, തൊഴിയൂർ ഭദ്രാസന പള്ളി ഇടവക വികാരി ഫാദർ ബെന്യാമിൻ ചിറ്റിലപ്പള്ളി, ഭദ്രാസന പള്ളി വികാരി ഫാദർ ഗീവർഗീസ് ചെമ്മണ്ണൂർ, സഭാ അൽമായ ട്രസ്റ്റി ഗീവർ മാണി, സഭാ സെക്രട്ടറി ബിനോയ് മാത്യു, തൊഴിയൂർ ഇടവക സെക്രട്ടറി ജോഷി ജോസ്, ട്രഷറർ റെയ്ഫീസൻ ബാബു എന്നിവർ അടങ്ങിയ കമ്മിറ്റി നേതൃത്വം നൽകി. ആറ്റത്ര സെന്റ് ഫ്രാൻസിസ് ദേവാലയത്തിൽ കാൽകഴുകൽ ശുശ്രൂഷകളും ദിവ്യകാരുണ്യ പ്രദക്ഷിണവും നടന്നു. വികാരി ഫാദർ ജോമോൻ മുരിങ്ങത്തേരി മുഖ്യ കാർമ്മികനായി. ആരാധന തുടർന്ന് പെസഹ ഊട്ട്, വൈകിട്ട് പൊതുവാരാധന എന്നിവയും നടന്നു. ട്രസ്റ്റിമാരായ ജോസ് ആളൂർ, MA കുര്യൻ, തോമസ് ചിറമേൽ, മദർ സിസ്റ്റർ ലിറ്റി ജോസഫ്, സംഘടനാ ഭാരവാഹികൾ എന്നിവർ നേതൃത്വം നൽകി. ആറ്റുപുറം സെന്റ് ആന്റണീസ് ദേവാലയത്തിൽ വിശുദ്ധ കുർബാന മധ്യേ കാർമ്മികൻ ഫാദർ റിജോ വിധേയത്തിൽ 12 കുട്ടികളുടെ കാൽ കഴുകി ചുംബിച്ചു. കുർബാനയ്ക്ക് ശേഷം ദിവ്യകാരുണ്യ പ്രദക്ഷിണവും തുടർന്ന് ആരാധനയ്ക്ക് തുടക്കം കുറിച്ച് പെസഹ ഊട്ടും നടത്തി. വൈകിട്ട് പൊതു ആരാധനയും അപ്പം മുറിച്ച് പങ്കുവയ്ക്കൽ ചടങ്ങുമുണ്ടായി. ട്രസ്റ്റിമാരായ CV ജേക്കബ്, CA ബോസ്, MR ഷൈജി, കേന്ദ്രസമിതി കൺവീനർ PI ആൻഡോ എന്നിവർ നേതൃത്വം നൽകി. ദുഃഖവെള്ളിയാഴ്ച രാവിലെ 7-ന് പീഠാനുഭവ തിരുകർമ്മങ്ങൾക്ക് തുടക്കം കുറിക്കും. വൈകിട്ട് നഗരികാണിക്കൽ പദയാത്രയും നടത്തും. പഴഞ്ഞി സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രലിൽ കാൽകഴുകൽ ശുശ്രൂഷ നടന്നു. കുന്നംകുളം ഭദ്രാസനാധിപൻ ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയോസ് ശുശ്രൂഷകൾക്ക് കാർമ്മികത്വം വഹിച്ചു. ശിഷ്യരുടെ സ്ഥാനത്തിരുന്ന 12 വൈദികരുടെ കാൽപാദം മെത്രോപ്പൊലീത്ത കഴുകി തുടച്ചു. വികാരി ഫാദർ ജോൺ ഐസക്, സഹവികാരി ഫാദർ ആന്റണി പൗലോസ്, ട്രസ്റ്റി സാംസൺ പുലിക്കോട്ടിൽ, സെക്രട്ടറി ജെയ്സൺ ചീരൻ എന്നിവർ നേതൃത്വം നൽകി. സഭയിലെ ഒട്ടേറെ വൈദികരും ശുശ്രൂഷയിൽ പങ്കെടുത്തു. പെസഹ ഊട്ടുമുണ്ടായി. ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളിയിൽ രാവിലെ വികാരി ഫാദർ അബ്രഹാം യാക്കോബ് പൂവത്തുമണ്ണിൽ പെസഹ ശുശ്രൂഷകൾക്ക് കാർമ്മികത്വം വഹിച്ചു. പെസഹ കുർബാനയും അർപ്പിച്ചു. ഉച്ചയ്ക്ക് 9 മണി നമസ്കാരത്തിന് ശേഷം പെസഹ ഊട്ട് നടന്നു. വൈകിട്ട് സന്ധ്യാപ്രാർത്ഥനയുമുണ്ടായി. ദുഃഖവെള്ളി ശുശ്രൂഷകൾ രാവിലെ 8:30-ന് ആരംഭിക്കും. പ്രഭാത പ്രാർത്ഥന, നമസ്കാരം, സ്ലീബ വന്ദനവ്, കബറടക്കം എന്നിവ നടക്കും. ശനിയാഴ്ച രാത്രി സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ശേഷം രാത്രി 8-ന് ഉയിർപ്പ് പെരുന്നാൾ ശുശ്രൂഷകൾ ആരംഭിക്കും. പെസഹ ഊട്ടിന് വികാരി ഫാദർ അബ്രഹാം യാക്കോബ് പൂവത്തുമണ്ണിൽ, ട്രസ്റ്റി CU ശലമോൻ, സെക്രട്ടറി ടൈറ്റസ് ഡേവിഡ് എന്നിവരടങ്ങുന്ന മാനേജിംഗ് കമ്മിറ്റി നേതൃത്വം നൽകി. എരുമപ്പെട്ടി തിരുഹൃദയ ഫൊറോന പള്ളിയിൽ നടന്ന തിരുകർമ്മങ്ങൾക്ക് വികാരി ഫാദർ ജോഷി ആളൂർ, സഹവികാരി ഫാദർ സാന്റിയോ എലുവത്തിങ്കൽ എന്നിവർ കാർമ്മികരായി.
പള്ളിയിലെ വിവിധ സംഘടനകളിൽ നിന്നുള്ള 12 പേരുടെ കാലുകൾ കഴുകിക്കൊണ്ട് വികാരി ഫാദർ ജോഷി ആളൂർ ഈശോയുടെ മാതൃക ആവർത്തിച്ചു. ഒരു ദിവസം മുഴുവൻ ദിവ്യകാരുണ്യ ആരാധനയും വൈകിട്ട് പൊതു ആരാധനയും അപ്പം മുറിക്കൽ ശുശ്രൂഷയുമുണ്ടായി. കൈക്കാരന്മാരായ കെ.എ. രാജു, എം.കെ. ജോഷി, ജോയ് ആന്റണി, കെ.എ. ബേബി, പ്രതിനിധി യോഗം സെക്രട്ടറി എം.ഡി. ജോജി, ബ്രദർ തോമസ് പാലാപ്പുളിക്കൽ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. മരത്തങ്കോട് മേരിമാത ദേവാലയത്തിൽ പ്രഭാത തിരുക്കർമ്മങ്ങൾക്കും വിശുദ്ധ കുർബാനയ്ക്കും കാൽക്കഴുകൽ ശുശ്രൂഷയ്ക്കും തൃശൂർ മേരിമാത മേജർ സെമിനാരിയിലെ ഫാദർ കനേഡിയൻ ഫ്രാൻസിസ് കാർമ്മികത്വം വഹിച്ചു. നിരവധി വിശ്വാസികൾ ശുശ്രൂഷയിൽ പങ്കെടുത്തു. കോട്ടപ്പടി സെന്റ് ലാസേഴ്സ് ദേവാലയത്തിൽ പെസഹ ആചരിച്ചു. രാവിലെ 6 മണിക്ക് ദൈവാലയത്തിൽ കാൽ കഴുകൽ ശുശ്രൂഷ നടന്നു. വികാരി ഫാദർ ഷാജി കൊച്ചുപുരയ്ക്കൽ അൾത്താര ശുശ്രൂഷകരായ 12 ബാലന്മാരുടെ കാലുകൾ കഴുകി ചുംബിച്ചു. ആഘോഷമായ ദിവ്യബലിക്ക് ഫാദർ ഷാജി കൊച്ചുപുരയ്ക്കൽ കാർമ്മികനായി. തുടർന്ന് ദൈവാലയത്തിൽ ആഘോഷമായ ദിവ്യകാരുണ്യ പ്രദക്ഷിണം നടന്നു. 10 മണി മുതൽ വൈകിട്ട് 7 മണി വരെ വിവിധ കുടുംബ കൂട്ടായ്മകളും സംഘടനകളും പങ്കെടുത്ത നിശബ്ദ ആരാധന നടക്കും. 7 മണിക്ക് മുമ്പായി കുടുംബ കൂട്ടായ്മകളിൽ നിന്നും വിശ്വാസികൾ കുരിശിന്റെ വഴി പ്രാർത്ഥന ചൊല്ലി പള്ളിയിൽ എത്തിച്ചേരും. 7 മണി മുതൽ 8 മണി വരെ പൊതു ആരാധനയും തുടർന്ന് അപ്പം മുറിക്കൽ ശുശ്രൂഷയും ഉണ്ടായിരിക്കും. വീടുകളിൽ നിന്നും വിശ്വാസികൾ തയ്യാറാക്കി കൊണ്ടുവരുന്ന പെസഹ അപ്പവും പള്ളിയിൽ പ്രത്യേകമായി തയ്യാറാക്കുന്ന പെസഹ പാലുമാണ് ഇതിനായി ഉപയോഗിക്കുക. പെസഹ ആചരണത്തിന് അസിസ്റ്റന്റ് വികാരി ഫാദർ ബിബി പുറത്തൂക്കാരൻ, കൈക്കാരന്മാരായ അലക്സ് ചീരൻ, മനീഷ് സുരേഷ്, സോണി തോമസ്, ജോസി ചുങ്കത്ത് എന്നിവർ നേതൃത്വം നൽകി. വെള്ളർക്കാട് സെന്റ് ഫ്രാൻസിസ് സേവ്യർ പള്ളിയിൽ പെസഹ തിരുനാൾ ആചരിച്ചു. കാൽക്കഴുകൽ ശുശ്രൂഷയും നടന്നു. തിരുകർമ്മങ്ങൾക്ക് വെള്ളർക്കാട് ഇടവക വികാരി ഫാദർ ജോഫി ചിറ്റ്ലപ്പള്ളി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. കൈക്കാരന്മാരായ വി.എൽ. ജോർജ്, തേർമടം ജോഷി, പി.എഫ്. റിൻഡോ, സി.ജെ. അനുജിത്ത് എന്നിവർ നേതൃത്വം നൽകി. വൈകിട്ട് പൊതു ആരാധനയും തുടർന്ന് അപ്പമുറിക്കൽ ചടങ്ങു നടക്കും. വെള്ളിയാഴ്ച രാവിലെ 7-ന് വിശുദ്ധ കുർബാനയും ആരാധനയും ഉച്ചതിരിഞ്ഞ കുരിശിന്റെ വഴിയും ദുഃഖവെള്ളി സന്ദേശവും ഉണ്ടാകും. പാവറട്ടി വിശുദ്ധ യൗസേപ്പിതാവിന്റെ തീർത്ഥകേന്ദ്രത്തിൽ തീർത്ഥകേന്ദ്രം റെക്ടർ ഫാദർ ആന്റണി ചെമ്പകശ്ശേരി ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. അസിസ്റ്റന്റ് വികാരി ഫാദർ ഫ്രാങ്കോ ഫ്രോണിസ്, ഫാദർ അമൽ ചാളൂർ എന്നിവർ സഹകാർമ്മികരായി. തിരുകർമ്മങ്ങളുടെ ഭാഗമായി നടന്ന കാൽകഴുകൽ ശുശ്രൂഷയിൽ തിരഞ്ഞെടുക്കപ്പെട്ട 12 പേരുടെ പാദങ്ങൾ കഴുകി വികാരി വിനയത്തിന്റെയും സേവനത്തിന്റെയും സന്ദേശം കൈമാറി. അസിസ്റ്റന്റ് വികാരി ഫാദർ ഫ്രാങ്കോ ഫ്രോണിസ് വചന സന്ദേശം നൽകി. ആരാധനയിലും സ്തുതിപ്പിലും നൂറുകണക്കിന് വിശ്വാസികളാണ് പ്രാർത്ഥനാപൂർവം പങ്കുചേർന്നത്. വരും ദിവസങ്ങളിലെ ദുഃഖവെള്ളി ആചരണങ്ങൾക്കും ഈസ്റ്റർ ആഘോഷങ്ങൾക്കുമുള്ള ഒരുക്കങ്ങൾ തീർത്ഥകേന്ദ്രത്തിൽ പൂർത്തിയായി വരുന്നു. പെസഹ ദിനത്തോടനുബന്ധിച്ച് കുന്നംകുളം ഗുഡ് ഷെപ്പേർഡ് പള്ളിയിൽ കാൽകഴുകൽ ശുശ്രൂഷ നടന്നു. രാവിലെ 6:30-ന് വിശുദ്ധ കുർബാനയുണ്ടായി. കിഴക്കാളൂർ വിശുദ്ധ മറിയം ത്രേസ്യ ദേവാലയത്തിൽ നടന്ന തിരുകർമ്മങ്ങൾക്ക് ഫാദർ ജെയ്സൺ ചിറ്റലപ്പള്ളി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. കുർബാന മധ്യേ നടന്ന ദിവ്യകാരുണ്യ പ്രദക്ഷിണത്തിൽ വിശ്വാസികൾ അണിചേർന്നു. ശിഷ്യരുടെ കാൽകഴുകൽ കർമ്മവും തുടർന്ന് പെസഹ ഊട്ടും നടന്നു. പെസഹ ദിന പൊതു ആരാധന വിവിധ സംഘടനകളുടെയും കുടുംബ യൂണിറ്റുകളുടെയും നേതൃത്വത്തിൽ നടന്നുവരുന്നു. ചൊവ്വന്നൂർ സെന്റ് തോമസ് ദേവാലയത്തിൽ ആഘോഷമായ ദിവ്യബലിക്ക് വികാരി ഫാദർ ബൈജു കാഞ്ഞിരത്തിങ്കൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. തിരുക്കർമ്മങ്ങളുടെ ഭാഗമായി തിരഞ്ഞെടുക്കപ്പെട്ട 12 പേരുടെ പാദങ്ങൾ വികാരി കഴുകി. തുടർന്ന് ഭക്തിനിർഭരമായ ദിവ്യകാരുണ്യ പ്രദക്ഷിണവും ആരാധനയും നടന്നു. നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. ദുഃഖവെള്ളി ദിനത്തിൽ പള്ളിയിലെ തിരുക്കർമ്മങ്ങൾ രാവിലെ 7 മണിക്ക് ആരംഭിക്കും. അന്നേ ദിവസം വൈകിട്ട് 4:30-ന് പള്ളിയിൽ നിന്നും കുന്നംകുളം ഗുഡ് ഷെപ്പേർഡ് ആശ്രമാങ്കണത്തിലേക്ക് ഭക്തിനിർഭരമായ വിലാപയാത്രയും തുടർന്ന് വ്യാകുല പ്രസംഗവും ഉണ്ടായിരിക്കുമെന്ന് ഇടവക അധികൃതർ അറിയിച്ചു. പഴഞ്ഞി പെട്രോൾ പമ്പിന് മുമ്പിൽ ബൈക്ക് നിയന്ത്രണം വിട്ടുമറിഞ്ഞ് 2 യുവാക്കൾക്ക് പരിക്കേറ്റു. ചിറക്കൽ സ്വദേശികളായ ശ്രീനാഥ്, അഖിൽ എന്നിവർക്കാണ് പരിക്ക്. പഴഞ്ഞി ഭാഗത്തു നിന്നും ചിറക്കലിലേക്ക് പോകുകയായിരുന്ന യുവാക്കൾ സഞ്ചരിച്ചിരുന്ന ബൈക്കിന് മുന്നിലേക്ക് പെട്ടെന്ന് മറ്റൊരു വാഹനം വന്നതോടെ അപകടം ഒഴിവാക്കാൻ ശ്രമിച്ചതോടെയാണ് നിയന്ത്രണം വിട്ടുമറിഞ്ഞത്. കുന്നംകുളം അഷ്റഫ് കൂട്ടായ്മ ആംബുലൻസ് പ്രവർത്തകർ സ്ഥലത്തെത്തി പരിക്കേറ്റവരെ കുന്നംകുളം ദയാ റോയൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ബൈക്കിന് കാര്യമായ കേടുപാടുകൾ സംഭവിച്ചു. കുന്നംകുളം പോലീസ് സ്ഥലത്തെത്തി. പുന്നൂർക്കുളം ആൽത്തറ രാമരാജ സ്കൂളിൽ സംഘടിപ്പിച്ച സ്നേഹക്കൂട് സഹവാസ ക്യാമ്പ് സമാപിച്ചു. ക്യാമ്പിന്റെ ഉദ്ഘാടനം ബ്ലോക്ക് മെമ്പർ അബൂബക്കർ കുന്നംകാട്ടയിൽ നിർവഹിച്ചു. ഹെഡ്മാസ്റ്റർ രാജീവ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഷിഹാബുദ്ദീൻ മാസ്റ്റർ സ്വാഗതം പറഞ്ഞു. അധ്യാപകരും PTA പ്രതിനിധികളും പങ്കെടുത്തു. പ്രശസ്ത പക്ഷി നിരീക്ഷകനും പ്രകൃതി സ്നേഹിയുമായ സേതുമാധവന്റെ നേതൃത്വത്തിൽ പെരിയമ്പലം ബീച്ച് സന്ദർശിക്കുകയും വിരിഞ്ഞിറങ്ങിയ കടലാമ കുഞ്ഞുങ്ങളെ കടലിലേക്ക് ഇറക്കിവിടുകയും ചെയ്തു. മനസ്സിനും ശരീരത്തിനും ഉന്മേഷം പകരുന്നതിന് ശാന്തിയുടെ നേതൃത്വത്തിൽ യോഗ സെഷൻ, ഷാജി വടക്കേകാടിൻ്റെ നേതൃത്വത്തിൽ മാജിക് ഷോ, ബേബി ടീച്ചറുടെ നേതൃത്വത്തിൽ പാഴ്വസ്തുക്കൾ കൊണ്ടുള്ള കൗതുക വസ്തുക്കളുടെ നിർമ്മാണം, ഷിഹാബുദ്ദീൻ മാസ്റ്ററുടെ നേതൃത്വത്തിൽ മോട്ടിവേഷൻ,
ചിത്രകാരൻ ഗിരീഷ് ഭട്ടതിരിപ്പാടിൻ്റെ നേതൃത്വത്തിൽ ചിത്രരചനാ ക്ലാസ് എന്നിവ നടന്നു. പ്രകൃതിയെ അടുത്തറിയാനും പക്ഷി നിരീക്ഷണത്തിനായും ഉപ്പുങ്ങൽ കോൾപ്പടവ്, സാഹിത്യകാരി കമല സുരയ്യയുടെ സ്മരണകളുറങ്ങുന്ന പൊന്നേർക്കുളത്തെ സ്മാരക മന്ദിരം, മാതൃമന്ദിരം എന്നിവ സന്ദർശിച്ചു. കമല സുരയ്യ സ്മാരക മന്ദിരത്തിൽ വെച്ച് പ്രശസ്ത എഴുത്തുകാരി ഷീജ ദിനേശ് സാഹിത്യ സദസ്സിൽ വിശിഷ്ടാതിഥിയായി. കലയുടെയും സാഹിത്യത്തിൻ്റെയും വലിയ ലോകത്തെക്കുറിച്ചും വായനയുടെ മഹത്വത്തെക്കുറിച്ചും അവർ വിദ്യാർത്ഥികളോട് സംവദിച്ചു. ക്യാമ്പ് ഫയർ കുട്ടികൾക്ക് ആസ്വാദ്യകരവും ആവേശവുമായി. പഠനത്തിനപ്പുറം പ്രായോഗികമായ അറിവുകളും വിനോദങ്ങളും കോർത്തിണക്കിയാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. പങ്കെടുത്ത കുട്ടികൾക്ക് സമാപന സമ്മേളനത്തിൽ പ്രധാനാധ്യാപകനും PTA അംഗങ്ങളും ചേർന്ന് സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്തു. വിദ്യാർത്ഥികളിൽ സ്നേഹത്തിൻ്റെയും പങ്കുവയ്ക്കലിൻ്റെയും മൂല്യങ്ങൾ വളർത്തുന്നതിനു വേണ്ടിയാണ് സ്നേഹക്കൂട് സഹവാസ ക്യാമ്പ് ഒരുക്കിയത്. വൈവിധ്യമാർന്ന പരിപാടികളാൽ സമ്പന്നമായ ക്യാമ്പ് കുട്ടികൾക്ക് പുത്തൻ അനുഭവങ്ങൾ സമ്മാനിച്ചു. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 13,880 രൂപ, പവന് 1,11,040 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 250 രൂപ. ചരമം ഇന്ത്യൻ ക്രിസ്ത്യൻ ചർച്ച് സഭ ശുശ്രൂഷകൻ കുന്നംകുളം തട്ടിൽ വീട്ടിൽ പാസ്റ്റർ TP ജോസ് നിര്യാതനായി. 63 വയസ്സായിരുന്നു. സംസ്കാരം കുന്നംകുളം വി നാഗൽബറിയൽ സെമിത്തേരിയിൽ നടത്തി. തങ്കമ്മ ഭാര്യയാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ക്രിസ്തുവിന്റെ അന്ത്യാത്താഴ സ്മരണയിൽ ക്രൈസ്തവർ പെസഹ വ്യാഴം ആചരിച്ചു. ദേവാലയങ്ങളിൽ ദിവ്യബലിയും കാൽക്കഴുകൽ ഉൾപ്പെടെയുള്ള അനുബന്ധ ചടങ്ങുകളും നടന്നു. കുരിശുമരണത്തെ അനുസ്മരിച്ച് ക്രൈസ്തവ സമൂഹം നാളെ ദുഃഖവെള്ളി ആചരിക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പ്. കേരളം വിധിയെഴുതാൻ ഇനി ഒരാഴ്ച മാത്രം. പരസ്യപ്രചാരണം ചൊവ്വാഴ്ച സമാപിക്കും. തിരക്കിട്ട പ്രചാരണങ്ങളുടെ അവസാന ലാപ്പിൽ കൊണ്ടും കൊടുത്തും മുന്നണികൾ. പ്രാദേശിക വിഷയങ്ങളിലും സംസ്ഥാന ദേശീയ വിഷയങ്ങളിലും ഊന്നി അന്തിമഘട്ട പ്രചാരണം. സഭാതർക്കം. ചാലിശ്ശേരിയിൽ ഹൈക്കോടതി വിധി ലംഘിച്ച് ഓർത്തഡോക്സ് വിഭാഗം പള്ളി പൂട്ടിയിട്ടെന്ന് പരാതി. സെമിത്തേരിയിൽ പ്രവേശിക്കാൻ കഴിയാതെ യാക്കോബായ വിശ്വാസികൾ മാതൃദേവാലയത്തിനു മുന്നിൽ പ്രാർത്ഥനായജ്ഞം നടത്തി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.